നവകേരള സദസ്സിലെ ആ ബസ്സിന് എന്താ സംഭവിച്ചത് എന്ന് ചില പ്രേക്ഷകർ എഴുതി ചോദിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ആ ബസ് പണിപ്പുരയിലായിരുന്നു. പണിപ്പുരയിൽ നിന്ന് ആ ബസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. നവകേരള ബസ്സിൻ്റെ സർവീസ് അടുത്തയാഴ്ച മുതൽ ആരംഭിക്കുകയാണ് എന്ന സന്തോഷ വാർത്ത. ടിക്കറ്റ് നിരക്ക്, സ്റ്റോപ്പുകൾ എന്നിവ സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടിലായിരിക്കും ആദ്യഘട്ടത്തിൽ KSRTC നവകേരള ബസ്സിൻ്റെ സർവീസ് നടത്തുക. റിപ്പോർട്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളമാകെ സഞ്ചരിച്ച നവകേരള ബസ് സർവീസിനിറക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് KSRTC. കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് നടത്താനാണ് നിലവിലെ തീരുമാനം. നേരത്തെ ഉണ്ടായിരുന്ന കോൺട്രാക്ട് കാരേജ് പെർമിറ്റ് സ്റ്റേജ് കാരേജ് പെർമിറ്റാക്കി മാറ്റിയിട്ടുണ്ട്. ഇൻ്റർസ്റ്റേറ്റ് പെർമിറ്റ് കൂടി ലഭിച്ചാൽ ഉടൻ സർവീസ് തുടങ്ങാനാണ് ധാരണ. സ്റ്റോപ്പുകളും ടിക്കറ്റ് നിരക്കും സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ടോയ്ലറ്റും കൂടുതൽ സൗകര്യങ്ങളുമുള്ള നവകേരള ബസ് സർവീസ് വിജയിച്ചാൽ ഇതേ മാതൃകയിൽ കൂടുതൽ ബസ്സുകൾ വാങ്ങാനും ആലോചനയുണ്ട്. സർവീസ് പരാജയപ്പെട്ടാൽ KSRTCയുടെ ബജറ്റ് ടൂറിസം വിഭാഗത്തിന് ബസ് കൈമാറും. സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള യാത്രയ്ക്കായി 1,15,00,000 രൂപ മുടക്കിയാണ് ഭാരത് ബെൻസിൻ്റെ പുതിയ ബസ് വാങ്ങിയത്. യാത്ര കഴിഞ്ഞാൽ ബസ് മ്യൂസിയത്തിൽ വയ്ക്കാമെന്നും ബസിൻ്റെ മൂല്യം ഉയരുമെന്നുമുള്ള ഇടതു നേതാക്കളുടെ പ്രതികരണം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അറ്റകുറ്റപ്പണി കഴിഞ്ഞ ബസ് KSRTC പാപ്പനംകോട് സെൻട്രൽ വർക്ക്ഷോപ്പിലാണ് ഇപ്പോഴുള്ളത്. ബസ് വെറുതെ കിടക്കുന്നുവെന്ന വിമർശനം ശക്തമായതോടെയാണ് KSRTC മാനേജ്മെൻറ്റ് സർവീസിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. റിപ്പോർട്ട് തയ്യാറാക്കിയ ആദിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിൽ അങ്ങനെ നവകേരള ബസ് സർവീസ് തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് ആ ബസ്സിലൊന്ന് സഞ്ചരിക്കണം. ഞാൻ മുഖ്യമന്ത്രിക്കൊപ്പം അഭിമുഖം നടത്താൻ ആ ബസ്സിലൊന്ന് കയറിയിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഒരു പക്ഷേ വോൾവോ ബസ്സിൻ്റെ പോലെയുള്ളൊരു സുഖമൊന്നും ആ ബസ്സിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനേക്കാൾ സൗകര്യം KSRTCയുടെ ഗരുഡ ബസ്സിലുണ്ട് എന്നാണ് അന്ന് തന്നെ മന്ത്രിമാർ എന്നോട് പറഞ്ഞത്. പക്ഷേ എങ്കിലും അത് സാധാരണക്കാർക്ക് തുറന്നു കൊടുക്കുന്നു എന്നതൊരു മാതൃകയാണ്. വലിയ ചാർജൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഏത് തരത്തിലായിരിക്കും ബസ് ഓടിക്കുക, അതിൻ്റെ റേറ്റ്, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണയായിട്ടുണ്ടോ? അതിൻ്റെ ചർച്ചകൾ നടക്കുകയാണ്. അരുൺകുമാർ പറഞ്ഞപ്പോഴാണ് ദീർഘമായി കേരളം ഒട്ടാകെ സഞ്ചരിച്ചതാണ് അരുൺകുമാറും ഈ നവകേരള യാത്രയ്ക്കൊപ്പം. അപ്പോൾ ബസ്സിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകും. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. പക്ഷേ അതിൻ്റെ മുൻഭാഗത്ത് മുഖ്യമന്ത്രി ഇരുന്ന ആ സീറ്റ് ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഒപ്പം ഈ മന്ത്രിമാരുടെ സീറ്റുകൾ ക്രമീകരിച്ച്, മന്ത്രിമാർ ഇരുന്ന സീറ്റുകൾ ക്രമീകരിച്ച് ലഗേജ് വെക്കാൻ കൂടി ഒരു സ്ഥലം കൃത്യമായി ഒരുക്കിയിട്ടുണ്ട് എന്നാണ് KSRTC അറിയിക്കുന്നത്. പ്രത്യേകം ഈ നവകേരള യാത്ര കഴിഞ്ഞ ശേഷം പിന്നീട് ബംഗളൂരുവിൽ കൊണ്ടുപോയി അത് കൃത്യമായി അറ്റകുറ്റപ്പണി നടത്തി തിരിച്ചു കൊണ്ടുവന്നതാണ്. ഇപ്പോൾ പാപ്പനംകോട് സെൻട്രൽ വർക്ക്ഷോപ്പിലാണ്, KSRTCയുടെ വർക്ക്ഷോപ്പിലാണ് ഈ ബസ്സുള്ളത്, നവകേരള ബസ്. ഈ പ്രധാന ഒരു പ്രത്യേകത, ഇതുവരെ KSRTC പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു ടോയ്ലറ്റ് സംവിധാനം ഈ ബസ്സിലുണ്ട് എന്നുള്ളതാണ്. പിന്നെ പടികൾ കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ലിഫ്റ്റ് വഴി മുകളിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതുമാണ്. ഈ സൗകര്യങ്ങളൊക്കെയുള്ള ബസ് ആളുകൾക്ക് എന്ന് കയറാൻ കിട്ടുമെന്നതായിരുന്നു ചോദ്യം. ദീർഘകാലമായി അത് പാപ്പനംകോട് വർക്ക്ഷോപ്പിൽ വെറുതെ കിടക്കുന്നു എന്ന ആക്ഷേപമുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു പരിഹാരമാകുന്നു. വരുന്ന ദിവസങ്ങളിൽ പരമാവധി 1 മാസത്തിനുള്ളിൽ അടുത്ത ആഴ്ചയോടെ തന്നെ സർവീസ് നടത്താനാകുന്ന ഒരുക്കത്തിലാണ് ഇപ്പോൾ KSRTC ഉള്ളത്. അതിൻ്റെ പ്രാഥമിക ചർച്ചകൾ പ്രധാനമായും നേരത്തെ തന്നെ സ്റ്റേജ് കാരേജ്, കോൺട്രാക്ട് കാരേജ് ആയിരുന്നു പെർമിറ്റ് ഉണ്ടായിരുന്നത്, സ്റ്റേജ് കാരേജാക്കി മാറ്റിയിട്ടുണ്ട്. കോഴിക്കോട് ബംഗളൂരു റൂട്ടിലാണ് സർവീസ് നടത്തുക. എവിടെയൊക്കെ സ്റ്റോപ്പ് അനുവദിക്കണം, ഒപ്പം ഇതിൻ്റെ ടിക്കറ്റ് നിരക്ക് എങ്ങനെയാകണമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇതിനോടകം മന്ത്രിതലത്തിൽ തന്നെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം കർണാടക ഇൻ്റർസ്റ്റേറ്റ്, കേരള ഇൻ്റർസ്റ്റേറ്റ് പെർമിറ്റ് കൂടി ലഭിച്ചാൽ ഉടൻ തന്നെ സർവീസ് തുടങ്ങാനാകും എന്നതാണ് ആലോചിക്കുന്നത്. ഇത് ഒരു പരീക്ഷണമാണ്. ഇങ്ങനെ ഈ കൂടുതൽ ആളുകൾ കയറുകയും മറ്റുമൊക്കെ ചെയ്താൽ ഇതിന് സമാനമായി ഇതേ മാതൃകയിലുള്ള കൂടുതൽ ബസ്സുകൾ വാങ്ങി KSRTC ഓടിക്കും എന്നതാണ് ഇപ്പോൾ കരുതുന്നത്. ഇനി അഥവാ പരാജയപ്പെടുകയാണെങ്കിൽ ഈ ബസ് നേരത്തെ തീരുമാനിച്ചതുപോലെ ബജറ്റ് ടൂറിസം വിഭാഗത്തിന്, ഈ ദീർഘദൂര ഓട്ടങ്ങൾക്കൊക്കെ കൊടുത്ത് ടൂറിസം സാധ്യതകൾ പരിശോധിക്കാനായി ടൂറിസം വിഭാഗത്തിന് കൈമാറും എന്നാണ് KSRTC അറിയിക്കുന്നത്. ഓക്കെ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. നവകേരള ബസ് അങ്ങനെ യാത്രയ്ക്കൊരുക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആ ബസ്സിൽ യാത്ര ചെയ്യാം.